ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ല കിടിലനായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. വെറും 10 മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായിട്ട് വരുള്ളൂ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ചെറുപഴം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിലോട്ട് മെയിനായിട്ടുള്ള നമ്മൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപഴമാണ്. അപ്പോൾ ഞാൻ 2 ചെറുപഴം എടുത്തിട്ട് നമുക്കിത് മിക്സറെ ചെറിയ ജാറിലോട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതായത് ഒരു പാകം മധുരമായിരുന്നു കേട്ടോ. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാവുന്ന കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിൽ മൈദ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴം നന്ന ചെറുതാണെങ്കിൽ ഒരു 3 പഴം വരെ എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇതൊന്ന് മാവ് തയ്യാറാക്കി എടുക്കുന്നതായിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് പാല് ചേർത്ത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു പാകത്തിന് വേണം കേട്ടോ. ഇതുപോലെ കിട്ടണം. നമുക്കിതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. കാരണം നമ്മളൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതിയായിരിക്കും കേട്ടോ. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലോട്ട് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നതിൽ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്നും പരിപാടിയില്ല, നേരെ നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്റർ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ട് സുഖമായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യപ്പമായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പിലോട്ട് ആക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാനിത് അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവും കേട്ടോ ഇത്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിച്ച് വശം നമ്മളെല്ലാം കൂടെ ഒഴിച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനും ആവും. ഒരു സ്പൂണ് വെച്ചിട്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം മാവ് ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിന് ഉണ്ടാവുക കേട്ടോ. അപ്പം നമ്മൾ സെൻട്രലിൽ ഒഴിച്ചപ്പം പെട്ടെന്ന് റെഡിയാവും. അവിടേക്കാണ് ഒരുപാട് അങ്ങ് ചൂട് കയറി വരിക. അതുകൊണ്ട് ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കളറ് മാറി വന്ന സമയത്ത് ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പപ്പടക്കൊള്ളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുത്തിയെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്ന് നല്ല ബോൾസായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയേ, നമ്മുടെ എല്ലാ അപ്പവും നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട്. അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ വേണം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്